അല്ല മച്ചോരെ, ഇപ്പോഴേ സമയം എത്രയെന്ന് അറിയോ? രാത്രി 12 മണി കേട്ടോ. ഈ രാത്രി 12 മണിക്ക് ഇങ്ങനെ ഹൈ സെറ്റപ്പിലേക്കിട്ടാ പോകുന്നറിയോ? ചെറിയൊരു കൂപ്പ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഹോളിഡേ ഇന്നിൻ്റെ ഒരു കൂപ്പ കിട്ടിയിട്ടുണ്ട്. സ്പോൺസേഡ് ബൈ നമ്മളുടെ സ്വന്തം ഇസ്മായിൽ ബ്രോ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഹോളിഡേ ഇന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സുഹൂർ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നോമ്പൂർക്കൊക്കെ സാധാരണ നമ്മൾ കുറേ പോയിട്ടുണ്ട്, പക്ഷേ അത്താഴം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചെടുത്തിട്ടുള്ളൂ അത്താഴം ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ തുടങ്ങാം. ഈ ടൈമിൽ വന്ന ഒരു ഗുണം എന്താ വെച്ചാൽ കാമായിട്ട് ആരും ശരിയില്ല, സമാധാനത്തിലിരുന്ന് കഴിക്കാം. ഒരു ശല്യമില്ലാണ്ട് നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാം. അതാണൊരു ഗുണം ഇവിടെ. മറ്റേത് നോമ്പുറക്കി വന്നു കഴിഞ്ഞാൽ ഒരു ബഹളമാണ്, ക്യൂ നിൽക്കണം, പാത്രമായിട്ട് ഇങ്ങനെ വരുന്ന പിന്നാലെ ഇങ്ങനെ പോകണം. അതൊന്നുമില്ല, ആരുമില്ല. കാണിച്ചു തരാം കേട്ടോ. നോക്കിയാൽ ഒരു മനുഷ്യനില്ല കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ കണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സലാഡുകളാണ്, ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചു. കോണെടുത്തു, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതാണ്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇവിടെ ഇഫ്താർ നോമ്പുറ ഇതിലാണ് വരിക, ഈ ഒരു സെക്ഷനിലാണ് വരിക. അത്താഴം ആയതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കീട്ടിലെ സാധനം അടിപൊളിയായിട്ടില്ലേ? ഒരു പ്രേതാലയം പോലെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബോറടിച്ച് ഇങ്ങനെ ഓഫീസിലിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഇസ്മായിൽ ബ്രോ വിളിക്കുന്നത്. നസീഫ്, ഉനക്കൊരു സർപ്രൈസ് ഇരിക്കുന്നു പറഞ്ഞിട്ട്. എന്താണ് സർപ്രൈസ് നോക്കട്ടെ പറഞ്ഞപ്പോൾ എൻ്റെ ടേബിളിൽ പോവാം, അവിടെ ഡ്രോയറിലൊരു കൂപ്പൺ വെച്ചിട്ട് അതൊന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കൂപ്പൺ, അത്താഴത്തിൻ്റെ. അതൊരു വെറൈറ്റി ആണല്ലോ, അത്താഴം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ഇതുവരെ പുറത്ത് പോയിട്ട് അത്താഴം കഴിച്ചിട്ടില്ല, ഹോട്ടലുകളിലൊന്നും പോയിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് അടിപൊളി. പിന്നെ വേറൊന്നും പറയാനുള്ളത്, ഇങ്ങനെ കൂപ്പണൊക്കെ കിട്ടിയിട്ട് വന്ന് കഴിച്ചാലേ മുതലാവുള്ളൂ കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വന്ന് വരേണ്ട കാര്യമില്ല. നമ്മൾ അതിന് മാത്രമൊന്നും കഴിക്കില്ല. കൂപ്പണൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് വന്നിട്ട് കഴിക്കാം.